ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് ജോലി ഇല്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിൽ, അതായത് നമുക്കൊരു ഓണസമ്മാനവുമായിട്ട് വന്നിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പായ ഓൺലൈൻ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന IT കമ്പനി ഈക്കൽപ്പ എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം. അവർ നമുക്ക് 500 രൂപ മുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. 2018 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. 4 വർഷത്തെ അവരുടെ ശ്രമത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് അവർ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. മാർക്കറ്റ് നന്നായി സ്റ്റഡി ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ബിസിനസ് മോഡൽ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈക്കൽപ്പ ഫാമിലി മെമ്പർഷിപ്പ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര്. നമുക്ക് ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒരു തവണ നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുക്കുകയാണ് എങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബിസിനസ് മോഡൽ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 7 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ഈക്കൽപ്പ ഫാമിലി മെമ്പർഷിപ്പ്, എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സുകളും ബെനിഫിറ്റുകളും, എങ്ങനെയാണ് ഈക്കൽപ്പ ഫാമിലി മെമ്പർഷിപ്പ് ലഭിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് വരുമാനം ഉണ്ടാക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്, ആർക്കൊക്കെ ഈക്കൽപ്പ ഫാമിലി മെമ്പർഷിപ്പ് ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാം, ഈക്കൽപ്പ ഫാമിലിയിൽ അംഗങ്ങളാകുവാൻ വേണ്ടത് എന്തെല്ലാമാണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതും വെറും 500 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം, എന്താണ് ഈക്കൽപ്പ ഫാമിലി മെമ്പർഷിപ്പ്. നമുക്കറിയാം, നമ്മുടെ ഈക്കൽപ്പ എന്ന് പറയുന്ന ഒരു IT കമ്പനിയാണ്. ഈ കമ്പനിയുടെ സർവീസുകൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു കൂട്ടായ്മയാണ് ഈക്കൽപ്പ ഫാമിലി. നമുക്ക് ആ ഒരു ഈക്കൽപ്പ ഫാമിലിയിൽ മെമ്പർ ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർവീസ് എടുക്കുകയാണ് വേണ്ടത്. ഒന്നെങ്കിൽ നമ്മൾ എടുത്ത ആ സർവീസ് നമുക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അതല്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഈക്കൽപ്പ ഫാമിലി മെമ്പർ ആകുന്നത് വഴി നമുക്ക് ഈ കമ്പനിയുടെ സർവീസുകൾ മറ്റുള്ളവർക്ക് വിൽപ്പന നടത്താനുള്ള അഫിലിയേറ്റഡ് മെമ്പർഷിപ്പ് ലഭിക്കുകയാണ്. ഈ ഫാമിലിയുടെ ഭാഗമായി കഴിയുമ്പോൾ അഫിലിയേറ്റഡ് ഡാഷ്ബോർഡിലോട്ടുള്ള ആക്സസ് നമുക്ക് ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ഈ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കുക? നമുക്ക് ഈക്കൽപ്പ കമ്പനിയുടെ പ്രോഡക്റ്റുകളായ ഹോസ്റ്റിംഗ് പ്ലാനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങുന്നത് വഴി നമുക്ക് ഇതിന്റെ മെമ്പർ ആകാനായിട്ട് സാധിക്കും. 500 രൂപ മുതൽ പ്ലാൻ വരുന്നത്. ഇതിൽ നമ്മുടെ റേഞ്ചിനനുസരിച്ചുള്ളത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, സ്റ്റാൻഡേർഡ്, പ്രീമിയം, അങ്ങനെ 5 തരത്തിലുള്ള പ്ലാനുകളാണ് വരുന്നത്. നമ്മൾ എടുക്കുന്ന പ്ലാൻ അനുസരിച്ച്, നമ്മുടെ അഫിലിയേറ്റഡ് ലിങ്ക് വഴി വിൽക്കുന്ന പ്ലാൻ അനുസരിച്ചാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഫിലിയേറ്റഡ് ലിങ്ക് നമുക്ക് നമ്മുടെ അഫിലിയേറ്റ് ഡാഷ്ബോർഡിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് മോഡൽ വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ ഇതിൽ മെമ്പർ ആയി കഴിയുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ലഭിക്കും. അപ്പോൾ ആ ലിങ്ക് നമ്മുടെ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളൊക്കെ വഴി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈക്കൽപ്പ ഫാമിലിയുടെ മെമ്പർഷിപ്പിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. മിനിമം 4 പേരെയെങ്കിലും നമ്മൾ ഈ ഒരു മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യിക്കണം. ഒരു കാര്യം ഓർക്കുക, അത്രയാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ളത് ചെയ്യേണ്ടത് അവരാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുക. അതിനുശേഷം ലിങ്ക് നമുക്ക് ലഭിക്കും. ആ ലിങ്ക് നമ്മൾ സോഷ്യൽ മീഡിയകളൊക്കെ വഴി ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മിനിമം 4 പേരെ ഇതിൽ ജോയിൻ ചെയ്യിക്കുക. ഈ ഒരു പ്രോസസ്സ് വഴിയാണ് നമുക്ക് പോയിന്റ് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ജോയിൻ ചെയ്ത വേറെ ആളുകളെ ജോയിൻ ചെയ്യിക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ആ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമുക്ക് പോയിന്റ്സ് കിട്ടുന്നത്. നമുക്ക് 3 രീതിയിലാണ് ഇതിൽ പോയിന്റ്സ് ലഭിക്കുന്നത്. 1 വെൽക്കം പോയിന്റ്, 2 റിവാർഡ് പോയിന്റ്, 3 റീടെൻഷൻ പോയിന്റ്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പോയിന്റാണ് വെൽക്കം പോയിന്റ്. നമ്മൾ എടുക്കുന്ന പ്ലാനിനും അനുസരിച്ചാണ് ഈ പോയിന്റ് വരുന്നത്. അതായത് നമ്മൾ 500 രൂപയുടെ ബേസിക് പ്ലാനാണ് എടുത്തതെങ്കിൽ 40 പോയിന്റ്സ് ആണ് നമുക്ക് വെൽക്കം പോയിന്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മൾ 1000 രൂപയുടെ പ്ലാനാണ് എടുത്തതെങ്കിൽ 80 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. ഇനി അടുത്തത് റിവാർഡ് പോയിന്റ്. നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന അഫിലിയേറ്റഡ് ലിങ്ക് വഴി ആളുകൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റിവാർഡ് പോയിന്റ് ലഭിക്കുന്നത്. അതുകൂടാതെ ഓട്ടോ റിന്യൂവൽ ചെയ്യുമ്പോഴും നമുക്ക് ഈ റിവാർഡ് പോയിന്റ് ലഭിക്കുന്നുണ്ട്. റിവാർഡ് പോയിന്റ് നിശ്ചയിക്കുന്നത് നമ്മൾ എടുക്കുന്ന പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി നമുക്ക് കമ്പനി നൽകുന്ന പോയിന്റ് ആണ് റിറ്റൻഷൻ പോയിന്റ്. നമ്മുടെ സെക്കൻഡ് ലെവലിൽ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സെയിം വെൽക്കം പോയിന്റ് തന്നെയാണ് നമുക്ക് റീടെൻഷൻ പോയിന്റ്
പോയിന്റ് ആയിട്ട് ലഭിക്കുന്നത്. അതായത് സെക്കൻഡ് ലെവലിലുള്ളവർക്ക് എത്ര പോയിന്റ്സ് ആണോ വെൽക്കം പോയിന്റ് ആയിട്ട് ലഭിക്കുന്നത് അത്ര തന്നെ ആ പോയിന്റ്സ് നമുക്ക് റിട്ടൻഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഓട്ടോ റിന്യൂവൽ ചെയ്യുമ്പോഴും നമുക്ക് ഈ പോയിന്റ്സ് ലഭിക്കുന്നതാണ്. ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഓട്ടോ റിന്യൂവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ 3 പ്രാവശ്യം പോയിന്റ്സ് റിഡീം ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ അടുത്തൊരു ഓപ്ഷൻ വരും, റിന്യൂ ചെയ്യണോ അതല്ല എങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളത്. റിന്യൂ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ റിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലുള്ള ലെവലിലുള്ള എല്ലാവർക്കും സെയിം പോയിന്റ്സ് തന്നെ ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ അവർക്ക് എത്രയാണ് വെൽക്കം പോയിന്റ്സ് ആയിട്ട് ലഭിച്ചത് ആ സെയിം പോയിന്റ്സ് തന്നെ അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മളിനി അപ്ഗ്രേഡ് എന്ന ഓപ്ഷനാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഞാനിപ്പോൾ ഗോൾഡ് പ്ലാൻ ആണ് എടുത്തതെങ്കിൽ എനിക്കതിനെ സിൽവർ പ്ലാൻ ആക്കിയോ അല്ലെങ്കിൽ മറ്റ് അതിന് മുകളിലുള്ള ഏത് പ്ലാൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് എനിക്ക് ബാലൻസ് എമൗണ്ട് പേ ചെയ്താൽ മതിയാവും. അതായത് ഞാനിപ്പോൾ ഗോൾഡ് പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത്, ഇനി എനിക്കത് സിൽവർ പ്ലാൻ ആക്കി അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സിൽവർ പ്ലാന് ടോട്ടൽ 1000 rupees ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഗോൾഡ് പ്ലാന് ഞാൻ ഓൾറെഡി 500 rupees അടച്ചിട്ടുണ്ട്. അതിനുശേഷം എനിക്കത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആ ഒരു ബാലൻസ് 500 എമൗണ്ട് പേ ചെയ്താൽ മതിയാവും. അങ്ങനെ എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമുക്കിതിനെ ലൈഫ് ലോങ് ലിങ്ക് എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾ 3 പ്രാവശ്യം റിഡീം ചെയ്ത് കഴിയുമ്പോൾ അവർ റിന്യൂ ചെയ്യുകയോ അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാഷ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് മോഡലിന് ലൈഫ് ലോങ് വരുമാനം കിട്ടുമെന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾ ജോയിൻ ചെയ്ത ആളുകൾ 3 പ്രാവശ്യം റിഡീം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോ റിന്യൂവലോ അപ്ഗ്രേഡോ നടക്കുമ്പോൾ നമുക്കും ആ പോയിന്റ്സ് ലഭിക്കുകയാണ്. അങ്ങനെ അവർ എത്ര പ്രാവശ്യം റിന്യൂയും അപ്ഗ്രേഡും ചെയ്യുന്നു അത്രയും പ്രാവശ്യം നമുക്കും പോയിന്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ലഭിച്ച പോയിന്റുകളെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. നമുക്ക് ലഭിച്ച ആ ഒരു പോയിന്റ്സിനെ നമുക്ക് ഡിജിറ്റൽ മണിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ കെൽപ്പ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ അവർ നമുക്കൊരു കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് അവർ പോസ്റ്റലായിട്ടാണ് അയച്ചു തരുന്നത്. അതിനുശേഷം നമ്മുടെ മെയിൽ ഐ ഡിയും ആ ഒരു ഫോൺ നമ്പറും ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ മെമ്പർഷിപ്പ് എടുത്ത സമയത്ത് ഉപയോഗിച്ച ആ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും തന്നെ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം നമ്മൾ എത്ര എമൗണ്ട് ആണോ നമ്മൾ റിഡീം ചെയ്തെടുക്കണേ ആ ഒരു ഡിജിറ്റൽ എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എല്ലാ ഷോപ്പുകളിലും അതായത് സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നമുക്ക് ഈ കാർഡ് വെച്ചിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങാനും അതുപോലെ തന്നെ പെട്രോൾ അടിക്കാനും എല്ലാം നമുക്ക് സാധിക്കും. നമ്മളെടുത്ത പ്ലാനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പോയിന്റുകളെ നമ്മൾ ഡിജിറ്റൽ മണിയാക്കാൻ സാധിക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 500 രൂപയുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള പ്ലാൻ ആണ് എടുത്തതെങ്കിൽ 330 പോയിന്റ് ആകുമ്പോൾ നമുക്ക് അതിനെ 500 രൂപയുടെ ഡിജിറ്റൽ മണിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡ് പ്ലാൻ ആണ് എടുത്തതെങ്കിൽ 660 പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് 1000 രൂപ ലഭിക്കും. പ്ലാറ്റിനം ആണ് എടുത്തതെങ്കിൽ 1920 ആകുമ്പോൾ നമുക്ക് 3000 രൂപ ലഭിക്കും. അങ്ങനെ നമ്മൾ എടുത്ത ആ പ്ലാനിന്റെ ബേസിസിലാണ് ഈ പോയിന്റുകളെ നമ്മൾ ഡിജിറ്റൽ മണിയാക്കി മാറ്റുന്നത്. നമ്മുടെ മൊബൈൽ ആപ്പ് വഴി UPI ട്രാൻസാക്ഷൻ നടത്താനും സാധിക്കും. അതിന് പുറമെ ഒരുപാട് ഓഫറുകളും ഡീൽസുകളും ഒക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആർക്കൊക്കെയാണ് ഇനി ഒരു മെമ്പർഷിപ്പ് വഴി പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുക എന്നുള്ളത് പറയാം. അപ്പോൾ ഓൺലൈനായിട്ട് പ്രോഡക്റ്റുകൾ വാങ്ങുന്നവർ, അതുപോലെ തന്നെ മാളുകളിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നവർ, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർ, വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ ജോലി അന്വേഷിക്കുന്നവർ, പ്രവാസികൾ, എക്സ് ഗൾഫ് ആയിട്ട് ഉള്ളവർ, അതുപോലെ തന്നെ റിട്ടയർഡ് ആയവർ, ഇൻഷുറൻസ് ഏജന്റുമാർ, മോട്ടോർ വാഹന തൊഴിലാളികൾ, ജോലി ആവശ്യത്തിനോ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കോ ഒരുപാട് യാത്ര ചെയ്യുന്ന ധാരാളം ഇന്ധനം ആവശ്യമായിട്ട് വരുന്നവർ, കാരണം നമുക്ക് പെട്രോൾ പമ്പിലെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബിസിനസ് ഓണേഴ്സ്, ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കെൽപ്പ ഫാമിലിയുടെ മെമ്പർ ആകാനായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് നോക്കാം. സ്പോൺസറുടെ അഫിലിയേറ്റ് ലിങ്ക് അതെന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ആക്റ്റീവ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, അതുപോലെ തന്നെ പാൻ കാർഡ്. ഇനി പേയ്മെന്റ് നടത്താൻ ഏതെങ്കിലും ഒരു ആപ്പ്, ഉദാഹരണമായിട്ട് ഗൂഗിൾ പേ, ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഒന്നും പ്രശ്നമല്ല. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ബിസിനസ് മോഡലിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നല്ല
നല്ല രീതിയിൽ തന്നെ ഇവർ നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ക്ലിയർ ആക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ജോലി ആവശ്യമെങ്കിൽ, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് പ്ലാൻ വഴി നല്ല രീതിയിൽ പ്രോഫിറ്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു PDF-ന്റെ ലിങ്കും ഉണ്ട്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതിനുശേഷം പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കിയ ശേഷം ഈ നമ്പറിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇനി നല്ല നല്ല പുതിയ പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.